ഗായ്സ് വെൽക്കം ബാക്ക് മച്ചാമരെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ മച്ചാമരെ നമ്മൾ തമ്പിലേയും കണ്ട പോലെ തന്നെ ഞാനൊരു റിയാലിറ്റി ഓഫ് ദ കോയിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് മച്ചാമരെ ഇന്നത്തെ പറയുന്നത്. അതായത് നിങ്ങളുടെ അക്കൗണ്ടുകൾ ഗൈസ് നമുക്ക് ഓരോ ദിവസം കൂടുമ്പോൾ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ടുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒരു റിയാലിറ്റി, അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കൂടിയാണ് പറയുന്നത് മച്ചാമരെ. അപ്പം നമുക്കറിയാം നമ്മുടെ എല്ലാ യൂസേഴ്സും അത്യാവശ്യം എന്താ പറയുക, ഈ ഒരു ഗെയിമിനോട് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും കോയിൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട്, അതായത് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മുടെ റെഡീം വഴി എടുത്തിട്ട് ചെയ്യുന്നത് മച്ചാമരെ. ഓൾറെഡി ഇപ്പോൾ നമുക്കറിയാം ഗൂഗിൾ പേ വഴി റെഡീം കോഡ് കൊടുത്തിട്ട് ഇപ്പോൾ എടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. അതായത് അത് എന്താ പറയുക, നമുക്ക് നേരായ വഴി കൂടെ നമ്മൾ എടുക്കുന്ന ശരിക്കുള്ള പൈസ ഇട്ട് എടുക്കുന്ന ഒരു ഇതാണ്. അതേപോലെ മച്ചാമരെ കുറേ ആപ്പുകളുണ്ട്. കാരണം നിങ്ങൾക്കറിയാം ആപ്പുകൾ വളരുന്നതോറും നല്ലത് വരുന്നതിന് ഇടയ്ക്ക് തന്നെ ചീത്ത കാര്യങ്ങളും ഓൾറെഡി വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞാനിതൊരു ആപ്പ് പ്രൊമോഷനോ അതിനെ ഡീമറേറ്റീവോ അല്ല മച്ചാമരെ, കാരണം ഇതൊരു റിയാലിറ്റിയാണ്. കാരണം മച്ചാമരെ ഓൾറെഡി ഞാൻ ചെയ്തത് കൊണ്ടും പിന്നെ നമ്മളെന്താ പറയുക, എല്ലാവരും ഒരു ആഗ്രഹം കൊണ്ടാണ് മച്ചാമരെ നമ്മുടെ മൈൻഡിനെ ഇതാക്കിയിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞുതരാം മച്ചാമരെ, ഞാനായിക്കോട്ടെ അല്ലെ എല്ലാവരും ആയിക്കോട്ടെ, പെട്ടെന്ന് തന്നെ എങ്ങനെ നമുക്ക് ഈ ഫുട്ബോളിൽ കോയിൻ എടുക്കാമെന്നുള്ള ചിന്ത കൊണ്ടാണ് നമ്മൾ അറിയാണ്ട് ഓരോ ആപ്പും കാര്യങ്ങളും എല്ലാം ആക്സസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം മച്ചാമരെ അതിൻ്റെ ഒരു റിയാലിറ്റിയാണ് പറയുന്നത്. നിങ്ങൾ ആരും ഒരിക്കലും അങ്ങനെയുള്ള ആപ്പുകളും, അതായത് കേസ് നല്ല ആപ്പുകളുണ്ട്, നിലവിൽ നല്ല ആപ്പുകളുണ്ട്. അതായത് ഇപ്പം നമ്മൾ മൈ പോയിന്റ്സ് എന്നൊക്കെ പറഞ്ഞ് ഗൂഗിൾ പേ വഴി തന്നെ എന്താ പറയുക, നമ്മൾ ഗൂഗിൾ പേ യൂസ് ചെയ്തിട്ട്, അതായത് ആ ആപ്പ് കയറ്റി ഇത്ര ദിവസം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതും, അതുപോലെ ചില ആപ്പുകൾ എന്ന് വെച്ചാൽ തേർഡ് പാർട്ടിയൊക്കെയാണ് മച്ചാമരെ. അപ്പോൾ ഓൾറെഡി ആക്സസ് ചെയ്യും നമ്മുടെ ഫോട്ടോസിനെയും ജിമെയിലിനെയും, അങ്ങനെയുള്ള ക്രാക്ക് ചെയ്ത് എല്ലാം എററാക്കി ഫ്രോഡ് പരിപാടി അതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പം നിങ്ങളാരും ലാസ്റ്റ് നമ്മുടെ ഇത്രയും കാലം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കി കുറേ പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ വെച്ചത്. കാരണം ഓൾറെഡി നമ്മൾ ഓരോ ദിവസം കൂടുമ്പോൾ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ പലരുടെ അക്കൗണ്ട് ഇതുപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും നോക്കിയിട്ട് മാത്രം ഓരോന്നും ചെയ്യാൻ മച്ചാമരെ. അതുപോലെ തന്നെ മച്ചാമരെ എന്തായാലും നിങ്ങളെല്ലാവരും ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ ഒരു റിയാലിറ്റിനെ പറ്റി പറയുകയാണ് മച്ചാമരെ. ഓൾറെഡി നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാരണം ഹാക്ക് ചെയ്ത് നമുക്കൊരു സൈറ്റ് വഴി ഇതുപോലെ ഇഷ്ടമായിരിക്കും. പണ്ടൊക്കെ മച്ചാമരെ നമ്മൾ ഡ്രീം ലീഗ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ലക്കി പേച്ചർ എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ടായിരുന്നു. ആ ആപ്പിൽ പോലും ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം ഫയൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്കറിയാം കുറേ പേരുടെ ആപ്പും, അതായത് ഡ്രീം ലീഗിൻ്റെ അക്കൗണ്ടും എല്ലാം പോയിട്ടുണ്ട്, എൻ്റെയും പോയിട്ടുണ്ട്. അപ്പം അതേപോലെ ഒരു ആപ്പ് പരിപാടിയാണ്. പിന്നെ മച്ചാമരെ ഓൾറെഡി ഞാനും നിങ്ങൾക്കറിയാം ഈ ഒരു ബാലൻസ് ഷീറ്റിലൊക്കെ യൂസ് ചെയ്തിട്ട് ഞാനടക്കം നോക്കിയിട്ടില്ല. അതായത് അന്നൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഗൈസ് ഇപ്പം എൻ്റെ കയ്യിൽ 2470 അത്യാവശ്യം കോയിൻ ഉണ്ട്. കാരണം ഞാനൊരു 2 മാസം കൊണ്ട് സേവ് ചെയ്തെടുത്ത കോയിനാണ് ഈ ഫുട്ബോൾ വെച്ച് തന്നെ. അപ്പം മച്ചാമരെ നിങ്ങൾ അതായത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആപ്പ് കൊണ്ട് ഗുണം ഉണ്ടായിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ ഫ്രോഡായിട്ടുള്ള ആപ്പുകളുണ്ട്. അപ്പം ഞാൻ ഉദ്ദേശിച്ച മച്ചാമരെ കുറേ പേര് യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിത് ഒരു 2.5 മാസം യൂസ് ചെയ്തിട്ട് എനിക്കൊരു പണി കിട്ടിയതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. അതായത് നിങ്ങളാരും ഇതുപോലൊരു ആപ്പുണ്ട്, ഡയമണ്ട് ബാല എന്ന് പറഞ്ഞതിൻ്റെ ആപ്പുണ്ട്. ഈ ഒരു പുഷ്പയുടെ പടം കണ്ടപ്പം ഞാൻ എന്താ വെച്ചാൽ ഇത് കണ്ടപ്പം ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും ഇല്ലാണ്ടപ്പം ഞാനത് ചെയ്ത് നിങ്ങൾക്ക് റെഡിയുമായിട്ട് കോയിൻ തരാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാനും യൂസ് ചെയ്തത്. അപ്പം ഗൈസ് ഈ ഒരു ആപ്പിൻ്റെ റിയാലിറ്റി ഞാൻ പറഞ്ഞുതരാം മച്ചാമരെ. ഞാനിത് യൂസ് ചെയ്തു തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു പരസ്യം കണ്ടു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, പരസ്യം കാണുന്നു, കോയിൻ കിട്ടുന്നു. ആ കോയിൻ വെച്ച് ഏകദേശം 2000 കോയിനോ 1000 കോയിനോ കണ്ട് ആകുമ്പോഴത്തേനും നമുക്ക് 100 രൂപ റെഡിയും കിട്ടുമെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പം ഏകദേശം വീഡിയോ എല്ലാം കണ്ടപ്പം സംഭവം സത്യമാണെന്ന് ഞാനും വിചാരിച്ചപ്പോൾ ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ മച്ചാമരെ നമുക്ക് ഒരു പരസ്യത്തിന് 10 കോയിൻ 20 കോയിനൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേനും ഞാനൊരു കഷ്ടപ്പെട്ട് 2.5-3 മാസം ആയപ്പോഴത്തേനും. അപ്പം നമ്മൾ ആലോചിക്കണം, ഞാൻ അപ്പോഴും ഈ ഫുട്ബോളിൽ കറക്റ്റായിട്ട് ലോഗിൻ ചെയ്തില്ല, പിന്നെ PvP മാച്ചസ് കളിച്ചില്ല, പിന്നെ ക്യാമ്പയിൻ വന്നാലും അത് മര്യാദയ്ക്ക് എടുത്തില്ല. കാരണം ഓൾറെഡി ഞാൻ വിചാരിച്ചു ഈ ഒരു ആപ്പ് കൊണ്ട് നമുക്ക് ചെയ്യാമല്ലോ. അപ്പം ഞാൻ എന്തുകൊണ്ടും ആ ഒരു ആപ്പ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഫുട്ബോളിൽ ഇതിലും കൂടുതൽ പൈസ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അതിൽ നോക്കി. അങ്ങനെ ലാസ്റ്റ് ഏകദേശം 2.5 മാസം ലാസ്റ്റ് ഒരു ആയപ്പോഴത്തേന് ഈ ഒരു ആപ്പ് പറയുന്നത് അതായത് ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി 0.05 അത്രയൊക്കെ കിട്ടുള്ളൂ. അപ്പം നമ്മൾ അത്ര നേരം നമ്മൾ ഇതിൽ കൊടുത്ത മൊത്തം നമ്മൾ വേസ്റ്റായി, നമ്മുടെ കിട്ടിക്കൊണ്ടിരുന്ന ഈ ഫുട്ബോളിൻ്റെ പൈസയൊക്കെ അതും പോയി. അപ്പം അതുകൊണ്ടാണ് മച്ചാമരെ ഇതുപോലുള്ള ആപ്പുകളും ഉണ്ട്. പിന്നെ ഓൾറെഡി നമ്മൾ കൂടുതലും മച്ചാമരെ നിങ്ങൾക്കറിയാം ഇമെയിലും ആക്സസ് കൂടുതലും ഫോട്ടോസിനും കാര്യങ്ങളൊക്കെ ആക്സസ് കൊടുത്തിട്ട് ആ ആപ്പ് കയറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെയുണ്ട്. പക്ഷേ അതൊക്കെ കുറേ ടൈം വേണം മച്ചാമരെ. അപ്പം ഇതുപോലുള്ള ആപ്പുകളിലല്ലാണ്ട് നമുക്ക് ഈ ഫുട്ബോൾ തന്നെ ഇങ്ങനെ വരുന്ന കോയിനൊക്കെ സെറ്റാക്കി നിങ്ങളെന്തായാലും പരമാവധി നോക്കുക. പിന്നെ ഓൾറെഡി എന്താ വെച്ച് കഴിഞ്ഞാൽ മച്ചാമരെ കുറേ പേര് ഇതുപോലൊരു സൈറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം നിലവിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് കഷ്ടപ്പെട്ട് 2 കൊല്ലം കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുത്ത് എപ്പിക് സ്ക്വാഡ് ആയിരിക്കും. അപ്പം കുറച്ച് പേര് വിചാരിക്കും ഇപ്പോൾ ഓൾറെഡി പവർ പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടെ നന്നായിട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അവർ ആ ഒരു സൈറ്റിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മളെല്ലാവരും പെട്ടെന്ന് തന്നെ എങ്ങനെ ഒരു നല്ല സ്ക്വാഡ് ഉണ്ടാക്കി എടുക്കാമെന്നുള്ളൊരു ഇതുകൊണ്ടാണ് എല്ലാവരും ഓരോ വഴിയിലേക്ക് പോവുക. അപ്പം ഇങ്ങനെയുള്ള കുറേ സൈറ്റുകൾ ഒന്നാമത് എന്താ പറയുക നല്ല, അതായത് കേസ് ഒരാൾ നല്ലത് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ കുറേ ഫ്രോഡായിട്ടുള്ള കുറേ ആപ്പുകളുണ്ടാകും. നമുക്കപ്പോൾ ഏതാ തിരിച്ചറിയാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ആരും നിലവിൽ ഇമെയിലും പാസ്വേഡും കൊടുത്ത് ആരും ലോഗിൻ ചെയ്യാണ്ട് നിങ്ങളുടെ അക്കൗണ്ട് പോകരുത്. അപ്പം എന്തായാലും മച്ചാമരെ എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ ഇപ്പം തന്നെ ഇറക്കിയില്ലെങ്കിൽ കുറേ ആൾക്കാരുടെ അക്കൗണ്ട് ഇനിയും പോകും. അപ്പോൾ നിങ്ങളാരും ഇതുപോലുള്ള ഇതിൽ യൂസ് ചെയ്യാണ്ട് നല്ലത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം
എല്ലാവർക്കും ഒരു ബെനിഫിറ്റ് ആവും. പിന്നെ ഇതുപോലെ കുറേ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മച്ചാമാരെ ഞാൻ എന്തായാലും ഇന്നത്തേക്ക് ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ജസ്റ്റ് അറിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോടൊന്ന് ഈ ഒരു ന്യൂസ് പറയാമെന്ന് വെച്ചു. കാരണം ഓൾറെഡി എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടെ പറയാമെന്ന് വെച്ചപ്പോൾ മച്ചാമാരെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പം മറ്റൊരു വീഡിയോ കണ്ടിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ റോഡ് ടു 14 ആണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.